ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, കുരിശ് സഹനം ജീവിതത്തിൻ്റെ ഭാഗമല്ലേ? അത് ദൈവത്തോടടുക്കാൻ നമ്മെ സഹായിക്കുമെന്ന് നാം തിരിച്ചറിയുമ്പോഴാണ് അതിൻ്റെ മഹത്വം മനസ്സിലാക്കുക. സ്നേഹമുള്ളവരെ, ഓഗസ്റ്റ് 18 വിശുദ്ധ ഹെലേനയുടെ തിരുനാൾ ദിനമാണ്. ആദിമസഭയിലെ മതപീഡനം അവസാനിപ്പിച്ച കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ അമ്മ. കുരിശിൻ്റെ അടയാളത്താൽ നീ വിജയിക്കുമെന്ന ദർശനത്തെ തുടർന്ന് യുദ്ധത്തിന് പോകുന്ന കോൺസ്റ്റന്റൈൻ വിജയിച്ചു. അങ്ങനെ 313 തിരുസഭയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ലാറ്ററൻ ദേവാലയം സഭയ്ക്ക് വിട്ടുകൊടുത്തു, മാർപ്പാപ്പയുടെ ആസ്ഥാനമായി. ഹെലേനയാണ് ഗാഗുൽത്ത മലയിൽ ദേവാലയം പണിയാൻ തീരുമാനിച്ചതിനെ തുടർന്ന് അവിടെ കുരിശ് കണ്ടെത്തുന്നത്. ഈ കുരിശ് നമ്മുടെ രക്ഷയുടെ അടയാളമായി ഇന്ന് നാം ആദരിക്കുന്നു, വന്ദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, കുരിശേ എൻ്റെ ഏക അഭയമേ സ്വസ്തി എന്ന് വിശുദ്ധ തോമസ് അക്വിനാസ് പറയുന്നു. സുഭാഷിതം 8:21 പറയുന്നു, ദൈവം തന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കി അവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. കുരിശ് ഭണ്ഡാരം നിറയ്ക്കാനുള്ള ഉറവിടമാണെന്നുള്ളത് നമുക്ക് തിരിച്ചറിയാം. ഇന്നത്തെ ഏത് വേദന നിങ്ങളെ അലട്ടുന്നു, ആ വേദനയ്ക്ക് വേണ്ടി ഈശോയുടെ കുരിശിൽ ശക്തി തേടി നമുക്കണയാം. 3 മിനിറ്റെങ്കിലും ക്രൂശിതനെക്കുറിച്ച്, പീഡ അനുഭവിച്ച യേശുവിനെക്കുറിച്ച് ധ്യാനിക്കാം. നന്ദി.